നമ്മുടെ രാജ്യത്തിൻ്റെ സെൻസസ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണല്ലോ. 1872 ആരംഭിച്ച നമ്മുടെ രാജ്യത്തിൻ്റെ സെൻസസ് പരമ്പരയിലെ 16ാമത്തെ സെൻസസും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ രാജ്യത്തിൻ്റെ 8ാമത്തെ സെൻസസുമാണ് ഇപ്പോൾ നടക്കുവാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ ഉന്നമനത്തിനും രാജ്യത്തിൻ്റെ പുരോഗതിക്കും ആവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വിവര ശേഖരണമാണ് ഈ സെൻസസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ 2027 സെൻസസ് പ്രധാനമായും 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഒന്ന്, വീടുകളുടെ പട്ടിക തയ്യാറാക്കുന്ന, വീടുകളുടെ കണക്കെടുപ്പ് നടത്തുന്ന 1ാം ഘട്ടവും ജനസംഖ്യ കണക്കെടുക്കുന്ന 2ാം ഘട്ടവും. കേരളത്തിൽ ജൂലൈ 1 ആരംഭിക്കുന്ന 30 ദിവസം നീണ്ടു നിൽക്കുന്ന 1ാം ഘട്ടത്തിലൂടെ വീടുകളുടെ പട്ടിക തയ്യാറാക്കുകയും വീടുകളുടെ സെൻസസ് എടുക്കുകയും ചെയ്യുന്ന 1ാം ഘട്ടത്തിൽ വീടിൻ്റെ അവസ്ഥ, വീടിൻ്റെ സൗകര്യം, വീട്ടിലെ ആസ്തികൾ എന്നിവയെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ തേടുന്ന 1ാം ഘട്ടവും 2027 ഫെബ്രുവരിയിൽ നടക്കുന്ന ജനസംഖ്യയുടെ കണക്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെയും വ്യക്തിഗത വിവരങ്ങൾ തേടുന്ന 2ാം ഘട്ടവുമാണ് ഈ സെൻസസിൽ ഉള്ളത്. ഈ സെൻസസിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്നുള്ളത് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഓരോ വീട്ടിലും എന്യൂമറേറ്റർമാർ കടന്നു വന്ന് ഡേറ്റകൾ ശേഖരിക്കുക എന്നുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ രൂപത്തിൽ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഒരു സെൻസസാണ് ഈ 2027 സെൻസസ്. ഈ സെൻസസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷതയാണ് സെൽഫ് എന്യൂമറേഷൻ എന്നുള്ളത്. അതായത് ഓരോ വീട്ടിലെയും കുടുംബത്തിലെ പ്രധാനപ്പെട്ട അംഗത്തിന് സ്വന്തമായി സെൽഫ് എന്യൂമറേഷൻ നടത്തുവാനുള്ള അവസരം മൊബൈൽ ഫോണിലൂടെയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സംവിധാനമുള്ള ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ വഴിയോ നടത്താൻ കഴിയും എന്നുള്ളതാണ്. സെൽഫ് എന്യൂമറേഷനിലൂടെ സ്വന്തമായ വിവരങ്ങൾ വളരെ കൃത്യതയോടുകൂടി ഈ സെൻസസിന് വേണ്ടി സമർപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ സെൽഫ് എന്യൂമറേഷൻ്റെ പ്രത്യേകത. ചുരുക്കത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിനും രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും ആവശ്യമായ ഡേറ്റകൾ കളക്ട് ചെയ്യുന്ന വിവര ശേഖരണ പ്രവർത്തനമായ ഈ സെൻസസിൽ നമുക്കെല്ലാവർക്കും പങ്കാളികളാകാം.